ഓർഡർ ഓർഡർ. ബഹുമാനപ്പെട്ട സഭ അസംബിൾ ആവട്ടെ പ്ലീസ്. തരാം. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി, ഇങ്ങേക്ക് ശനിയാഴ്ച ദിവസമായി ഇന്ന് സഭ യോഗം ചേരുന്നതിനായി ബന്ധപ്പെട്ട ചട്ടം താൽക്കാലികം സസ്പെൻഡ് ചെയ്യുന്ന ഉപേക്ഷ അവതരിപ്പിക്കാവുന്നതാണ്. സാർ, 2025 നവംബർ 1 ശനിയാഴ്ച ദിവസമായ ഇന്ന് സഭ യോഗം ചേരുന്നതിലേക്കായി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 13(2) താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുവാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം മേൽ സൂചിപ്പിച്ച ചട്ടങ്ങളിലെ ചട്ടം 313 പ്രകാരം ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം അംഗീകരിക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. സർ, പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ്. അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളപ്പിറവി ദിനമാണിന്ന്. കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ഒരു ചരിത്ര നേട്ടത്തിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം എക്കാലത്തും വിലയിരുത്തും സർ. ചരിത്രം ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സർ.